ഹീറോ എന്നോട് ദേഷ്യത്തിലാണോ? ഗിഫ്റ്റ് തുറന്ന് നോക്കിയോ? എന്താ മീമോ. ലോകത്തിലെ ആദ്യത്തെ പ്രീപെയ്ഡ് ഫോണാണ്. നിനക്കിനി നാട്ടിലേക്ക് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ ബൂത്ത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പോവും വരെ ഫോൺ വിളിക്കാനുള്ള കാശ് ഇതിനകത്തുണ്ട്. സമ്മാനം കിട്ടുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെ. നാളെ നമ്മുടെ മാനേജറും സുഹൃത്തും കാലണ്ടറും അലാം ക്ലോക്കൊക്കെ ഇവനായിരിക്കും. ആ കോൺസ്റ്റന്റ് കമ്പാനിയൻ. എൻ്റെ സുഹൃത്ത് പക്ഷെ ഇവനാണ്. ഒരു കാലവും ചതിക്കാത്ത, ഒരു ചെലവും വരുത്താത്ത, മുഖത്ത് നോക്കി കാര്യം പറയുന്ന, പിറന്നപടി നിന്നാലും നാണിപ്പിക്കാത്ത ഈ കണ്ണാടി. എനിക്കെന്തോ എത്ര നോക്കിയിട്ടും ഇതിൽ അങ്ങനെ ഒരാളെ കാണാൻ പറ്റുന്നില്ല. മാഡം, ഷോട്ട് റെഡി. സോഫിയക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങൾ ഒരിക്കലും എടുത്തിട്ടില്ല. താരയ്ക്കും അങ്ങനെ ചെയ്തുകൂടെ? സോഫിയയുടെ കൂടെ നിൽക്കുന്നത് ജോസഫ് ആയതുകൊണ്ടായിരിക്കും. താരയ്ക്ക് അങ്ങനെ ഒരാളില്ല. അവനവൻ ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ ജീവിതത്തിൽ സംഭവിക്കുക. ശ്രമിച്ചു നോക്കിയിട്ടില്ല. ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു, നടന്നില്ല. എടുത്തുചാട്ടമുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. എന്തോ ഗുരുത്തം കൊണ്ട് കയ്യിൽ കൊരുത്തതാ. ഇല്ലേ, ഉത്സാഹി. ആദ്യം അവള് കള്ളൊഴിച്ച് വന്ന് കുപ്പിയിലോട്ട് ഇറക്കി. ഇന്നിപ്പോ പടം പെട്ടിയിലോട്ടായ. നോക്കിക്കോ വലിയേട്ടാ, ഇത് ലാസ്റ്റാ. അവിടെ അമ്മേനെ എടുത്ത് ചേട്ടൻ ഇന്നത്തോടെ തീർക്കും ഞാൻ. അനുഭവത്തിൽ നിന്ന് പറയാ മോനെ, നിനക്ക് നല്ലൊരു ഭാവിയുള്ളതാ. ഒക്കത്താവാതെ നോക്കും. വാ. പിടിച്ചേ. എന്തു പറ്റി? വർക്ക് ചെയ്യുന്നില്ല? എടുത്ത് ചാടിയതൊരു സെക്കൻഡ് നേരത്തെ ആയിരുന്നെങ്കിലേ നീ ഇപ്പൊ ഇവിടെ നിൽക്കില്ലായിരുന്നു. ഒരായുസ് മുഴുവൻ തപസ് ചെയ്തിട്ടാ ഞാനിപ്പോ ഈ മണ്ണി ചവിട്ടി നിൽക്കുന്നത്. ഇല്ലാതാക്കരുത്. ഗുഡ് മോർണിംഗ് ഹീറോ. സമ്മാനം കിട്ടുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് എന്നല്ലേ? സോഫിയ ഷൂട്ടിംഗ് ഇല്ലാന്ന് പറയാൻ വിളിച്ചതായിരിക്കും രാവിലെ അല്ലേ? ഷൂട്ടിംഗ് ഉണ്ടെന്ന് മാത്രമല്ല, സോഫിയ ഇന്നു മുതൽ നല്ല കുട്ടിയായിരിക്കും. ഈ സിനിമ എന്നേക്കാൾ അത് നിനക്കുള്ളതാണ്. സൗണ്ട്. ഇവിടുത്തെ ഷൂട്ടിംഗ് പാക്കപ്പ് ആവുന്ന ദിവസം താൻ എനിക്കൊരു ഫേവർ ചെയ്ത് തരണം. അതിൻ്റെ ഉറപ്പ് കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോവും. തള്ളവരെല്ലാം കൊണ്ട് പോവായിരിക്കുമല്ലേ? ഡോ മാരി, ചോരക്കളിയൊന്നുമില്ല. നോക്കട്ടെ.
മുല്ലപ്പൂക്കളുമായി നീ വരുമോ കരിവളയിട്ട കൈയിൽ പകല് മുഴുവൻ പണിയെടുത്തിട്ടാ ഇവരിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നേ. ഇവരുടെ മടിയിലെ ചിലർ നുള്ളി പെറുക്കി മേടിച്ച കള്ളു കുടിച്ചാലേ മേലനങ്ങാതെ ഒരു ദിവസം കൂടെ കഴിഞ്ഞുകൂടി എന്റെ ക്ഷീണം മാറുള്ളൂ. എന്നെ വെച്ച് കണക്ക് പറഞ്ഞ് മേടിച്ച പണം കൊടുത്ത് ഞാൻ വാങ്ങി വെച്ചത് അവിടെ ഇരിപ്പില്ലേ? എണീറ്റ് വാ. വിശ്വട്ടാ മധുരകിനാവിന്റെ മലർമഞ്ചൽ കേറ്. തല തല ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഐ എം സോറി. ഇത് സോഫിയായിരുന്നോ അതോ താരയോ? ഒരു സംശയം വേണ്ട. ഗുഡ് നൈറ്റ്. ആ ജയ്, ഞാനൊരു ഫേവർ ചോദിച്ചിരുന്നില്ലേ? അത് മറക്കണ്ട. ഷൂട്ടിംഗ് കഴിയുന്നെന്ന് പാക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് ആവശ്യപ്പെടും. എനിക്ക് തന്ന ഉറപ്പ് അത് തെറ്റിക്കരുത്. സൗദ് സൗദ്. ഇനി മുത്തുഗവ് പോലെ വല്ലതും ആയിരിക്കുമോ? ബസ്സില്ല. Are you stalking me? Yes? I'm not going to complain. आपकी मर्जी. I just found out about your friend, Mr. David Ippen. His family runs a popular resto bar in Seattle. It opens at 9. Thanks. Madhura, are you single? Tonight? I am. Pick me up at 9. ഹീറോ സൈക്കിൾ. കൊച്ചു എളുപ്പം കാലത്ത് കൊച്ചു സൈക്കിളും ചവിട്ടി എങ്ങോട്ടാ? പാല് വാങ്ങിക്കാനാണോ? കൊച്ചു വെളുപ്പാങ്കാലൊക്കെ കഴിഞ്ഞിട്ട് മണിക്കൂർ 5 ദേ തനിക്ക് ഒരു സൈക്കിൾ ഉണ്ടെന്നുണ്ട്. ഇരുട്ടുന്നതിന് മുമ്പ് കാട് കിടക്കണ്ടേ? ഹലോ. പാസ്പോർട്ട് ഈപ്പൻ സാറിൻ്റെ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്നലെ രാത്രി കത്തിയ തീയിൽ വിറകൾക്കിടയിൽ ഇത് വന്ന് പെട്ടതിൻ്റെ രാജ്യം കടന്നു പോകുമ്പോൾ അത്രയും പെട്ടെന്ന് അയാളെ അന്വേഷിച്ച് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വന്നേ. അല്ല മാഡം, ഇരുട്ടുന്നതിന് മുമ്പ് കാട് തുടങ്ങി, ഗാനമേളം തുടങ്ങി. ഇതുവരെ പരിപാടി എന്താന്ന് പറഞ്ഞില്ല. എൻ്റെ പള്ളി. ഞാൻ ഈ ക്യാബിൻ്റെ കീ അവിടെ ഒന്ന് ഏൽപ്പിച്ചിട്ട് വരാം. രാത്രി ഈ വഴി പോകുന്ന ട്രക്കുകൾ അവിടെ നിർത്താറുണ്ടെന്നാണ് പറഞ്ഞത്, പള്ളിക്കടുത്ത്. ഗീവർഗീസ് പുണ്യാളിനോട് പ്രാർത്ഥിക്കാം. യുവാൻ പറഞ്ഞു അതിൽ ഏതെങ്കിലും ഒന്ന് തരപ്പെടുമെന്ന്.
താനേ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ആയുധം എന്താന്നാ സിദ്ധുനോട് പറഞ്ഞു പഠിപ്പിച്ചേ? വാക്കും നോക്കുവല്ല പിന്നെ അവന്റെ കൈയും മെയ്യും. കയ്യും മെയ്യും മറന്നൊന്ന് ശ്രമിച്ചു നോക്ക്, വല്ലതും തരപ്പെടുവെന്ന്. ഇത് ഞാൻ കലക്കും. താൻ അവിടെ എവിടേക്കാ പോകുന്നേ? ട്രക്ക് എവിടെയാ വരുന്നേ? ഒന്ന് മൂത്രമൊഴിക്കാൻ സമ്മതിക്കൂലേ? Obrigada. Obrigada. Okay. വാ വാ, വണ്ടി ഇപ്പൊ പോവും. ചേട്ടാ വെയിറ്റ്, 1 മിനിറ്റ്. ഇതെവിടേക്കാ? അതൊക്കെ പറയാം, വാ കേറ്. ഇതെവിടേക്കാ? എങ്ങോട്ടുള്ള വണ്ടിയാണെന്നറിയില്ല, പക്ഷെ ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ചേട്ടാ പോ, ഗോ ഗോ. ഹലോ. എന്താടോ അത്ര ചിരി? തന്നെ കണ്ടാ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ബേക്കറി പലഹാരം പൊളിച്ചു വെച്ച പോലുണ്ട്. അതേതായിട്ടും? ദിൽകുഷ്. തന്നെ കണ്ടാലും അതുപോലൊക്കെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ക്രിസ്മസിനുണ്ടാക്കിയതാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതെവിടെയാ? തട്ടുകട പോലും കാണുന്നില്ല. ഇത് ഏതാ സ്ഥലം? എടോ ഇത് വിസിയു ആണ്. ഡേവിഡ് ഈപ്പന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അയാൾക്ക് ഇവിടെ ഒരു വിന്യാടൊക്കെ ഉണ്ട്. കുഴപ്പമാവോ? എനിക്കറിയില്ല, എനിക്ക് വിശക്കുന്നു. സംവിധാനം ഉണ്ടാക്കാം. എങ്ങനെ? ആദ്യം കാണുന്ന വാതിലിൽ നമ്മൾ മുട്ടുന്നു, തള്ളി തുറക്കുന്നു. ഇങ്ങോട്ട് വാ.